ഇന്നിതുവരെ തുടരുന്നു. തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ 2 ബസ്സുകൾക്കിടയിൽപ്പെട്ടയാൾക്ക് ദാരുണാന്ത്യം. കേരള ബാങ്ക് ജീവനക്കാരൻ ഉല്ലാസ് മുഹമ്മദാണ് മരിച്ചത്. സീബ്ര ലൈനിലൂടെ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെയായിരുന്നു അപകടം. അപകടത്തിൽ 2 ബസ് ഡ്രൈവർമാരെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സ്വകാര്യ ബസ് ഡ്രൈവർ അസീം, KSRTC ഡ്രൈവർ സെബാസ്റ്റ്യൻ എന്നിവരാണ് കസ്റ്റഡിയിലുള്ളത്. അപകടമുണ്ടാക്കിയ ബസ്സും പോലീസ് കസ്റ്റഡിയിലാണ്. വിവരങ്ങളുമായി സലിം മാലിക് ചേരുന്നുണ്ട്. സലിം, ഏറെ ദൗർഭാഗ്യകരമായ സംഭവമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സീബ്ര ലൈനിലൂടെ കടക്കുന്നതിനിടെയാണ് ഈ അപകടം ഉണ്ടായതെന്നാണ്. മത്സരയോട്ടം തന്നെയല്ലേ ഈ അപകടത്തിനും കാരണമായത്? എന്തൊക്കെയാണ് നിലവിൽ അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? പ്രവിത, ഞാനീ നിൽക്കുന്ന സീബ്ര ലൈനിൽ, ആ സീബ്ര ലൈനിൽ വെച്ചാണ് ഇന്ന് ഉച്ചയ്ക്ക് 1:50 ഈ അപകടം ഉണ്ടാകുന്നത്. ചാല ജുമാ മസ്ജിദിൽ ജുമാ നമസ്കാരത്തിന് ശേഷം മടങ്ങി വരും വഴിയാണ് ഈ അപകടമുണ്ടായത്. ഇവിടെ വെച്ച് ഒരു KSRTC ബസ്സും ഒപ്പം തന്നെ ഒരു സ്വകാര്യ ബസ്സും, ആ 2 ബസ്സുകളുടെ ഇടയിലേക്ക് ഞെരുങ്ങി ഒരു മനുഷ്യൻ മരിക്കുന്ന അവസ്ഥ ഉണ്ടാവുകയായിരുന്നു. അതിന് 100% നമുക്ക് ആ ബസ് ജീവനക്കാർ 2 പേരും, നമ്മൾ ഓരോ മനുഷ്യരോട് ചോദിക്കുമ്പോൾ 2 കൂട്ടർക്കും തുല്യ പങ്കാണ് മരണത്തിലുള്ളത് എന്ന് പറയുന്നു. മാത്രമല്ല അവരുടെ മത്സരമാണ്, ഈ പ്രദേശത്ത് ഏറെക്കാലമായി നിലനിന്നിരുന്ന മത്സരമാണ് അപകടത്തിന് കാരണമെന്ന് പറഞ്ഞപ്പോൾ നമ്മോടൊപ്പം ആ അപകടത്തിന് നമ്മളുടെ ചാനലിൽ ഉൾപ്പെടെ മുഴുവൻ ചാനലുകളിലും പോകുന്ന ദൃശ്യം, ഫോട്ടോ, ആ 2 ബസ്സുകൾക്കിടയിൽ ആ മനുഷ്യൻ കുടുങ്ങി നിൽക്കുന്നതിൻ്റെ ഫോട്ടോ എടുത്ത ആളാണിപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിൻ്റെ മുഖം കാണിക്കരുത് എന്ന് പറഞ്ഞാണ് നമ്മളോട് പ്രതികരണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം മാത്രമാണ് നൽകുന്നത്. ചേട്ടൻ ഈ അപകടം ഫോട്ടോ ഉൾപ്പെടെ എടുക്കുകയും അതിനുശേഷം അദ്ദേഹത്തെ ഇവിടെ നിന്ന് ആ സ്റ്റാൻഡിലേക്ക് കൊണ്ട് കടത്തുകയും ചെയ്ത ആളാണെന്ന് പറയുന്നു. എന്തായിരുന്നു സംഭവം? ഞങ്ങൾ തമ്പാനൂരിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ്സിൽ കയറുന്ന സമയമാണ് ഓപ്പോസിറ്റ് ഇപ്പോൾ ഈ എതിർഭാഗത്ത് ഇങ്ങനൊരു സംഭവം നടക്കുന്നത്. ആളുകളുടെ ബഹളം കണ്ട് ഞങ്ങൾ ബസ്സിൽ നിന്ന് നോക്കുന്ന സമയത്ത് ആളുകൾ ഈ KSRTC ബസ്സിൽ ഡ്രൈവറോട് പറയുന്നുണ്ട്, പുറകിലേക്ക് എടുക്കാൻ പറയുന്നുണ്ട്. 2-3 മിനിറ്റോളം അദ്ദേഹത്തിനോട് ആളുകൾ ഒച്ചത്തിൽ സംസാരിച്ചിട്ട് പുറകിലേക്ക് എടുക്കാൻ പറയുമ്പോഴും അദ്ദേഹം ബസ് പുറകിലേക്ക് എടുക്കാൻ തയ്യാറാവുന്നില്ലായിരുന്നു. പിന്നെ ആരോ ഒരാൾ ബസ് ഡോറ് തുറന്നിട്ട് അദ്ദേഹത്തിനോട് ഷൗട്ട് ചെയ്ത സമയത്താണ് ഈ ബസ് പുറകിലേക്ക് എടുക്കാൻ അദ്ദേഹം തയ്യാറായത്. ആ സമയത്ത് ഞാൻ എന്തുകൊണ്ടോ പെട്ടെന്ന് ഒരു ഫോട്ടോ എടുക്കാൻ തോന്നി, ഞാൻ ഫോട്ടോ എടുത്തു. അതിനുശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ ബസ്സിൽ നിന്ന് ഇറങ്ങി ഈ ഇദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയി ആ പ്ലാറ്റ്ഫോമിൽ കിടത്തി. ഞങ്ങൾ പ്ലാറ്റ്ഫോമിൽ കിടത്തിയതിന് ശേഷം അവിടെ 2-3 മെഡിക്കൽ സ്റ്റുഡൻസ് ആണോ എന്നറിയില്ല, കുറച്ച് പെൺകുട്ടികൾ അദ്ദേഹത്തിന് വേണ്ട ശുശ്രൂഷകൾ ആദ്യഘട്ടത്തിൽ കൊടുക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആംബുലൻസിനെ ഞങ്ങൾ ബന്ധപ്പെട്ടു. തൊട്ടടുത്തുള്ള ഓട്ടോറിക്ഷയെ ബന്ധപ്പെട്ടപ്പോൾ അവരൊന്നും നിർത്താതെ പോയി. അങ്ങനെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു പോലീസ് വാഹനം വന്നു. SI, അതിൽ നിന്ന് SIO CIO. നഗരഹൃദയത്തിലാണ് ഇത്തരത്തിൽ ദാരുണമായ ഒരു സംഭവം നടന്നത്. തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ 2 ബസ്സുകൾക്കിടയിൽപ്പെട്ടയാൾക്ക് ദാരുണാന്ത്യം. കേരള ബാങ്ക് ജീവനക്കാരൻ ഉല്ലാസ് മുഹമ്മദാണ് മരിച്ചത്. മറ്റൊരു വാർത്തയിലേക്ക്. ഉത്തർപ്രദേശിൽ സ്ലീപ്പർ ബസ് ട്രക്കുമായി കൂട്ടിയിടിച്ച് 8 പേർ മരിച്ചു. 19 പേർക്ക് പരുക്കേറ്റു. കനൌജ് ജില്ലയിലെ ഔറയ്യയിൽ ആഗ്ര ലക്നൌ എക്സ്പ്രസ് വേയിലാണ് അപകടമുണ്ടായത്. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും. ബൽറാം, ഈ അപകടത്തിന് കാരണം എന്താണ്? കൂടുതൽ പേർക്ക് പരുക്കേറ്റിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? പ്രവിത, ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ അപകടമുണ്ടായത്. ഉത്തർപ്രദേശിലെ കനൌജ് ജില്ലയിൽ ആഗ്ര എക്സ്പ്രസ് ഹൈവേയിൽ വെച്ചാണ് ഈ അപകടം. സ്ലീപ്പർ ബസ് ടാങ്കർ ലോറി, വെള്ളം കൊണ്ടുപോകുന്ന ടാങ്കർ ലോറിയുമായി കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത്. ഈ അപകടം നടക്കുന്ന സമയത്ത് ബസ്സിൽ 40ഓളം പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ 8 പേർ ഉടൻ അടി ഈ അപകട സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. 19 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ 6 പേരുടെ നില ഗുരുതരമാണ് എന്നാണ് പോലീസ് അറിയിക്കുന്നത്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സെയ്ഫ് അലി മെഡിക്കൽ കോളേജിലാണ് ഈ പരിക്കേറ്റ ആളുകളെ 19 പേരെയും പ്രവേശിപ്പിച്ചിരിക്കുന്നത്. വലിയ അപകടം തന്നെയാണ് നടന്നത്. ബസ് പൂർണ്ണമായും തന്നെ ഈ അപകടത്തിൽ ഒരു വശം പൂർണ്ണമായും തകർന്ന നിലയിലാണ് ബസ് ഉള്ളത്. തുടർന്ന് നാട്ടുകാരും പോലീസും എത്തിയാണ് രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കിയത്. ജില്ലാ കളക്ടറും SP അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഈ അപകട സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. അപകടത്തിൽപ്പെട്ടവർക്ക് ആവശ്യമായ സഹായം ലഭ്യമാക്കാനുള്ള നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകിയിട്ടുണ്ട്. അപകടത്തിന്റെ കാരണം സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചതായും ഈ ഘട്ടത്തിൽ ഒന്നും പറയാൻ കഴിയില്ല എന്നുമാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പ്രവിത. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ഇനി കോട്ടയത്ത് നിന്നുള്ള ഒരു അപകട വാർത്തയുടെ കൂടുതൽ വിവരങ്ങളിലേക്കാണ്. കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ ബൈക്ക് അപകടത്തിൽപ്പെട്ട യുവാവ് മരിച്ചു. കാഞ്ഞിരപ്പള്ളി സ്വദേശി ലിബിൻ തോമസ് ആണ് മരിച്ചത്. ടോബി ജോൺസൺ ചേരുന്നുണ്ട്. ടോബി, വീണ്ടും ഒരു അപകട വാർത്ത. അതിൽ പരുക്കേറ്റ യുവാവ് മരിച്ചു. എപ്പോഴായിരുന്നു സംഭവം? ഇതുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ?
പ്രവിധ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ അപകടം ഉണ്ടായത്. കാഞ്ഞിരപ്പള്ളി പേട്ട സ്കൂളിന്റെ സമീപത്ത് മുൻവശത്തുള്ള റോഡിൽ വെച്ചാണ് ഈ ബൈക്ക് അപകടത്തിൽപ്പെട്ടത്. അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന ഒരു ബസ്സിനെ ഓവർടേക്ക് ചെയ്യുന്നതിനിടയിൽ ഈ ബസ്സിന്റെ ടയറിൽ ബൈക്ക് തട്ടുകയായിരുന്നു. തുടർന്ന് നിയന്ത്രണം വിട്ട ബൈക്ക് ഫ്രണ്ടിൽ ഉണ്ടായിരുന്ന പെട്ടി ഓട്ടോറിക്ഷയിലും അതുപോലെ തന്നെ എതിരെ വന്ന കാറിലും ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഈ മരിച്ച ലിബിനടക്കം ഗുരുതരമായി പരിക്കേറ്റ് രണ്ടുപേരാണ് ബൈക്കിലുണ്ടായിരുന്നത്. അവർ രണ്ടുപേരെയും ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ലിബിൻ തോമസ് എന്ന് പറയുന്ന 24-കാരൻ മരിക്കുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന ഷാനു എന്ന് പറയുന്ന യുവാവിന് ഗുരുതര പരിക്കുകളോടെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഇപ്പോൾ കൊണ്ടുപോയിട്ടുണ്ട്. ഇതിനകത്ത് പോലീസ് പറയുന്നത് പ്രകാരമാണെങ്കിൽ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അല്പം വേഗത്തിലായിരുന്നു. ഓവർടേക്ക് ചെയ്യുന്നതിനിടയിലാണ് ഈ അപകടം ഉണ്ടായത് എന്നാണ്. എന്തായാലും കാഞ്ഞിരപ്പള്ളി പോലീസ് എത്തി തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പ്രവിധ, കോട്ടയത്ത് നിന്നാണ് സങ്കട വാർത്ത വരുന്നത്. അപകടത്തിൽപ്പെട്ട ആൾ മരിച്ചു എന്നുള്ളതാണ്. കാഞ്ഞിരപ്പള്ളിയിലാണ് അപകടമുണ്ടായത്. മരിച്ചത് ലിബിൻ തോമസ്. മറ്റൊരു അപകട വാർത്തയുടെ കൂടുതൽ വിവരങ്ങളിലേക്കാണ്. മലപ്പുറം പെരിന്തൽമണ്ണയിൽ ക്രെയിൻ സ്കൂട്ടറിലിടിച്ച് വിദ്യാർത്ഥി മരിച്ചു. പൂക്കോട്ടൂർ സ്വദേശിനി നേഹയാണ് മരിച്ചത്. അപകടത്തിന്റെ CCTV ദൃശ്യം 24-ന് ലഭിച്ചു. ആ CCTV ദൃശ്യങ്ങളിലേക്ക്. സമീർ ബിൻ കരീം ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന്. സമീർ, എങ്ങനെയാണ് ഈ അപകടമുണ്ടായത്? ഉച്ചയ്ക്ക് 2 മണിക്കാണ് പെരിന്തൽമണ്ണ ജൂബിലി ജംഗ്ഷനിൽ വാഹനാപകടം ഉണ്ടാകുന്നത്. ജൂബിലി ജംഗ്ഷനിലെ ഒരു റോഡിൽ നിന്ന് മറ്റൊരു റോഡിലേക്ക് നഴ്സിംഗ് വിദ്യാർത്ഥി സഞ്ചരിച്ച സ്കൂട്ടർ തിരിക്കുന്നതിനിടയിൽ പിൻഭാഗത്തിലൂടെ വന്ന ക്രെയിൻ വന്ന് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ സ്കൂട്ടറിൽ ഉണ്ടായിരുന്ന നഴ്സിംഗ് വിദ്യാർത്ഥിനി നേഹ എന്ന് പറയുന്ന കുട്ടി തെറിച്ചു വീഴുകയും ചെയ്തു. തെറിച്ചു വീണതിന് പിന്നാലെ ക്രെയിനിന്റെ പിറകുവശത്തെ ടയർ ഈ വിദ്യാർത്ഥിയുടെ ശരീരത്തിലൂടെ കയറി ഇറങ്ങിയാണ് ദാരുണമായ മരണം സംഭവിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപകടമുണ്ടായ ആ സമയത്ത് തന്നെ ഈ കുട്ടിയെ മറ്റുള്ളവർ ചേർന്ന് ആശുപത്രിയിൽ എത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് ഏറെ സങ്കടകരമായിട്ടുള്ള കാര്യം. പ്രവിധ, ശരി, തുടർച്ചയായി ഇത്തരത്തിൽ അപകട വാർത്തകൾ തന്നെയാണ് വരുന്നത്. മലപ്പുറം പെരിന്തൽമണ്ണയിലാണ് ക്രെയിൻ സ്കൂട്ടറിലിടിച്ച വിദ്യാർത്ഥി മരിച്ചത്. കർണാടകയിലെ ബന്ദിപ്പൂർ വനത്തിൽ വിദേശികൾ സഞ്ചരിച്ച വാഹനത്തിന് നേരെ പാഞ്ഞെടുത്ത് കാട്ടാന. വാഹനം വേഗത്തിൽ ഓടിച്ചതോടെ കാട്ടാന പിൻവാങ്ങി. വിവരങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട്. സുർജിത്ത്, ഈ സഞ്ചാരികൾ സുരക്ഷിതരല്ലേ? ഈ ഏത് മേഖലയിലാണ് ഇത്തരത്തിൽ ഈ സംഭവം ഉണ്ടാകുന്നത്? ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ബന്ദിപ്പൂർ വനമേഖലയിൽ നിന്നാണ്. ബന്ദിപ്പൂർ വനമേഖലയിൽ സഫാരി നടത്തുന്നുണ്ട്. അതിൽ വിദേശികളുമായി സഫാരിക്ക് പോയ വാഹനമാണ്. ആ വാഹനത്തിന്റെ തൊട്ട് അരികിലായി 3 കാട്ടാനകൾ നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു കുട്ടി ഉൾപ്പെടെ 3 കാട്ടാനകൾ. ഇതിൽ ഒരു കാട്ടാനയാണ് ഈ വാഹനത്തിന് നേരെ പാഞ്ഞെടുത്തത്. ആ ദൃശ്യമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ സംഭവം ഉണ്ടായത് മിനിഞ്ഞാന്നാണ്. ഇതിലുണ്ടായിരുന്ന ഈ വാഹനത്തിലുണ്ടായിരുന്ന വിദേശികൾ തന്നെയാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. അവർ തന്നെയാണ് ഇത് പുറത്ത് വിട്ടതും. ശരിക്കും ആന തൊട്ട് അടുത്ത് വരെ എത്തി. അതിനുശേഷം ഈ വാഹനം വേഗത്തിൽ ഓടിച്ചു പോയതിനാൽ മാത്രമാണ് ആന പിന്നീട് പിൻവാങ്ങിയത്. നേരെ കാടിനകത്തേക്ക് അതിന്റെ കാടിന്റെ ഒരു മറുഭാഗത്തേക്ക്, റോഡിന്റെ മറുഭാഗത്തേക്ക് അത് നടന്ന് നീങ്ങുകയാണ് ഉണ്ടായത്. എന്തായാലും ഈ ഒരു സംഭവം വളരെ അത്ഭുതകരമായ ഒരു രക്ഷപ്പെടൽ തന്നെയാണ്. ആന കീറിപ്പാഞ്ഞെടുത്തു, പക്ഷേ അത് പിന്നീട് പിൻവാങ്ങുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴ ചന്ദനക്കാമ്പിൽ വയോധികയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വാടക വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്ന രമണിയമ്മയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന് 3 ദിവസത്തോളം പഴക്കമുണ്ട്. മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു. മനീഷ്, എന്താണ് പോലീസ് പറയുന്നത്? പ്രവിത, ഇന്ന് വൈകിട്ട് 3:30 ആലപ്പുഴ ചന്ദനക്കാവ് അത്തിത്തറ ഭാഗത്ത് താമസിക്കുന്ന 68കാരി, വാടകയ്ക്കാണ് താമസിക്കുന്നത്, രമണിയമ്മയാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. പരിസരവാസികൾക്ക് ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് പിന്നീട് മറ്റുള്ള ആളുകളെയും തന്നെ പോലീസിനെ അറിയിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. 3 ദിവസത്തോളം ഈ മൃതദേഹത്തിന് പഴക്കമുണ്ടെന്നാണ് ഇൻക്വസ്റ്റിൽ നിന്നും പോലീസിന് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിച്ചുള്ളത്. ഒരു വാടക വീടാണ്. തനിയെ താമസിക്കുകയായിരുന്നു 2 വർഷത്തോളമായി ഈ വാടക വീട്ടിൽ. ഭർത്താവ് നേരത്തെ മരിച്ചുപോയതാണ്. നേരത്തെ ഗവൺമെന്റ് നഴ്സായി ജോലി ചെയ്ത് വിരമിച്ചയാളാണ് രമണിയമ്മ. 2 മക്കളുണ്ട്. 2 മക്കളും പക്ഷേ മറ്റ് സ്ഥലങ്ങളിൽ താമസിക്കുകയാണ്. അവർ അവരുടെ വീടുകളിൽ കല്യാണത്തിന് ശേഷം താമസിക്കുകയാണ്. ഒരാഴ്ച മുൻപ് മകൻ വീട്ടിലെത്തി അമ്മയെ കണ്ടിരുന്നു, പരിചരിച്ചിരുന്നു. പക്ഷേ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ 2-3 ദിവസമായി അമ്മയുടെ ഫോൺ കോളോ മറ്റു കാര്യങ്ങളോ കണ്ടില്ല. സാധാരണഗതിയിൽ ഇങ്ങനെ 2-3 ദിവസമൊക്കെ വിളിക്കാതിരിക്കുമായിരുന്നു എന്ന് മകൻ പോലീസ് അന്വേഷിച്ചപ്പോൾ പറയുന്നുണ്ട്. ഈ ചന്ദനക്കാവിലേക്ക് താമസം മാറിയത് തന്നെ അവിടെ ഒരു ഡോക്ടറെ കാണാൻ, അതായത് പ്രമേഹ രോഗിയായിരുന്നു രമണിയമ്മ. അതുകൊണ്ട് തന്നെ സ്ഥിരമായ ഒരു ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ സ്ഥലത്ത് തന്നെ താമസം. ആലപ്പുഴ ചന്ദനക്കാവിൽ വയോധികയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വാടക വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്ന രമണിയമ്മയാണ്
മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നോക്കമിനി ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. ശബരിമലയിൽ തീർത്ഥാടകരുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധന. മണ്ഡലകാലം ആരംഭിച്ച് 20 ദിവസം പിന്നിടുമ്പോൾ തീർത്ഥാടകരുടെ എണ്ണം 15 ലക്ഷം കടന്നു. സ്പോട്ട് ബുക്കിംഗ് വഴിയെത്തുന്ന ഭക്തരുടെ എണ്ണത്തിലും വർധനയുണ്ട്. തിരക്ക് വർദ്ധിക്കുന്നതനുസരിച്ച് വരുമാനവും കൂടുന്നതായി ദേവസ്വം ബോർഡ് വ്യക്തമാക്കി. തീർത്ഥാടകരുടെ ഒഴുക്കിലും തിരക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നുവെന്ന ആത്മവിശ്വാസത്തിലാണ് പോലീസും ദേവസ്വം ബോർഡും. ശബരിമലയിലെ ചടങ്ങുകൾ. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം.